കലോത്സവത്തിന്റെ ആരവങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നതിന് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ഇവിടെ സജീവമാണ്. അതിന്റെ ഭാരവാഹിയായ കൺവീനർ ഷാജി കാളിയത്തിൽ നമ്മോടൊപ്പമുണ്ട്. ചെയർമാൻ ഷാജി കാളിയത്തിൽ നമ്മോടൊപ്പമുണ്ട്. 2025 കലോത്സവം വെളിയങ്കോട് ഹൈസ്കൂളിൽ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസമായി, ഇന്ന് 4ാം ദിവസമാണ്. സമാപനം നാളെയാണ്. പുതിയ കാലഘട്ടത്തിന്റെ മാറ്റവും അതുപോലെ തന്നെ ടെക്നോളജിയിലുണ്ടായ അഭിവൃദ്ധിയും ഒക്കെ നമ്മുടെ ഈ കലോത്സവത്തിന് വലിയ രീതിയിലുള്ള മാറ്റം കൂട്ടിയിട്ടുണ്ട്. പ്രതിഭകളെയും അത് കലാരൂപങ്ങളൊക്കെ, വ്യത്യസ്തമായുള്ള കലാരൂപങ്ങളൊക്കെ അവതരിപ്പിച്ച് ഇവിടെ ജനകീയമാക്കി മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ജനങ്ങൾ ഏറ്റെടുത്തു. മീഡിയ പബ്ലിസിറ്റി ടീമാണ് ഞങ്ങളൊക്കെ. അതിന്റെ ഭാഗമായിട്ടും എല്ലാ പ്രദേശത്തും പബ്ലിസിറ്റിയും അതിന്റെ പരസ്യങ്ങളൊക്കെ പോയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വലിയൊരു ആരവം ഈ കലോത്സവത്തിനുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഉപജില്ലാ കലോത്സവത്തിൽ 3 വർഷമായിട്ട് പൊന്നാനിയില് അധ്യാപക സംഘടനകളാണ് ഓരോ കമ്മിറ്റികളും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം നാട്ടുകാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പ്രമുഖരുടെയും എല്ലാ സാന്നിധ്യത്തോടു കൂടിയാണ് ഈ മേള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ HSTA ഈ വർഷം ഈ മേളയിൽ ഏറ്റെടുത്തിരിക്കുന്നത് മീഡിയ ആൻഡ് പബ്ലിസിറ്റിയാണ്. നമ്മുടെ കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തുടങ്ങേണ്ട ഒരു കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ചെയർമാൻ ഷാജി കാളിയത്തിന്റെയും അതുപോലെ തന്നെ മറ്റു അധ്യാപക നമ്മുടെ സംഘടനാ അംഗങ്ങളുടെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട് ഈ മേള വെളിയങ്കോട് വെച്ച് നടക്കുന്നു എന്നുള്ളത് ഈ പരിസര പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ മീഡിയ സഹോദരന്മാരുടെയും മറ്റു ചാനലുകളുടെയൊക്കെ സഹായത്തോടെ സാധിച്ചിട്ടുണ്ട്. വളരെയധികം ഇന്നലെയും ഇന്നുമായിട്ട് വളരെ തിരക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല വേദികളിലേക്കും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ പബ്ലിസിറ്റി കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ പരിപാടികൾ അവസാനിക്കുന്ന മുറക്കും ഇവിടെയൊക്കെ വന്ന് നമ്മുടെ ഈ മീഡിയ റൂമിൽ വന്നുകൊണ്ട് അവരുടെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ച് പരമാവധി പൊതുജനങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് അത് ലൈവായിക്കൊണ്ടു നമ്മൾ ഓരോ വേദികളിൽ നിന്നും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയോട് സഹകരിച്ച ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പ്രദേശത്ത്, പരസ്യമായിട്ടും മറ്റൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് ഫ്രണ്ട് ലൈൻ, ഏഷ്യൻ ഗോൾഡ്, അതുപോലെ കേരള ഗോൾഡ്, അതുപോലെ നമുക്ക് മറ്റു ബാങ്കുകൾ, അർബൻ ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഇതിനോട് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പ്രത്യേകമായിട്ട് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി നന്ദി കൂടി അറിയിക്കുകയാണ്. മീഡിയ ആൻഡ് പബ്ലിസിറ്റിയുടെ പ്രവർത്തനം വിജയം എന്ന് പറഞ്ഞാല് ചോദിക്കുന്ന ലിമേഷ് അടക്കമുള്ള ഫാറൂഖ്, പ്രജോഷ്, രമേഷ് ജി, ഷാജിക്ക, നിങ്ങളുടെ ഒക്കെ വിജയമാണ്. സത്യത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഈ മേള വെളിയങ്കോടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ് വെളിയങ്കോട്. ഉമർഖാലിയുടെ പേരടക്കം നമ്മൾ സ്റ്റേജിന് പ്രോഗ്രാം കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജനങ്ങളിലേക്ക് ഈ മേള എത്തിക്കുക, അത് ജനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു സംഭവമാണ്. അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളാണ് ചെയ്തത്. മീഡിയക്ക് വേണ്ടി നിങ്ങൾ ഉൾപ്പെട്ട സംഘം അത് കൃത്യമായി ചെയ്തതിൽ ഞങ്ങൾക്കുള്ള വളരെ വലിയ നന്ദി അറിയിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ജനങ്ങളെല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങോട്ട് ഒഴുകുന്ന, നിങ്ങൾക്കറിയാലോ, ഇന്നലെ മുതൽ ഇങ്ങോട്ട് ഒഴുകുന്ന ആയിരക്കണക്കിന് ആളുകളാണ്. അതുപോലെ നിങ്ങൾ ചെയ്ത ലൈവ് കണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ വിളിച്ച് അവരുടെ സന്തോഷം അറിയിച്ചിരുന്നു. ലൈവ് കണ്ടു, ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, പക്ഷെ ഗംഭീരമായിട്ട് ഒപ്പന കണ്ടു. അതുപോലെ ഇന്ന് കോൽക്കളി ഉണ്ടാവും ചോദിച്ചു, അത് ഇന്നും നിങ്ങൾ സന്തോഷം ചെയ്തു. അങ്ങനെ ഇതിന് വിജയത്തിന് ആധാരമായി പ്രവർത്തിച്ച നിങ്ങളുടെ ഏവരോടുമുള്ള നന്ദിയും കടപ്പാടും HSTA കമ്മിറ്റിക്ക് വേണ്ടിയും അതേപോലെ മീഡിയ ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്.